നമസ്കാരം, ഗുഡ് മോർണിംഗ് എവരി വൺ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് ട്രെയിനിൽ ഞാൻ എവിടെയോ വന്നിറങ്ങുന്നതാണ്. അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. സോ ഈ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ള. ചിലവർക്ക് മനസ്സിലാവുമായിരിക്കാം. ഞാൻ നിൽക്കുന്നത് ഇപ്പം വാരണാസിയിലാണ്. എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ. അതായത് എനിക്കൊരു 3-4 സ്ഥലങ്ങൾ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ പറയുന്ന വാരണാസി എന്ന് പറയുന്നത്. അപ്പം നവംബർ 15-ാം തീയതി ഇവിടെ ദിവാലി നടക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. ഇപ്പോൾ റൂം ഇന്നലെ ഇന്ന് വെളുപ്പിനെ ചെക്ക് ഇൻ ചെയ്തു. എന്നിട്ട് ഞങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. സോ നമുക്ക് ഈ ദിവാലി കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു 3 ദിവസം ഉണ്ടല്ലോ, 3-4 ദിവസം. ഇന്ന് 12-ാം തീയതിയാണ്. 13, 14, 15 3 ദിവസം കറക്റ്റ് ഉണ്ട്. ഈ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഞങ്ങൾ റിട്ടേൺ ഡൽഹിക്ക് പോവാണ്. സോ അങ്ങനെയാണ്. ഇവിടെന്താണ് അവിടെ നിൽക്കുന്നത്, ആരോ വെയിറ്റ് ചെയ്തിരിക്കുക അമ്പലത്തിൽ പോയി. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഹസീഗഡ് ഭാഗത്താണ്. ഇവിടുന്ന് ഹട്ടുകളാണ് ഇവിടെ നിറച്ചുള്ളത്. ഇവിടുന്ന് ഏത് വഴിക്കും എങ്ങോട്ടും ഏത് വഴിക്ക് വേണമെങ്കിലും ഏത് ഹട്ടിക്കട പോയാലും എവിടെ വേണേലും എത്താൻ പറ്റും. അപ്പം ഞങ്ങൾ അങ്ങനെ ഇവര് വെറുതെ എന്നൊരു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് നിയർ ബൈ ഉള്ള ഒരു സ്ഥലത്താണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. സോ നമുക്ക് ഇന്ന് ഡേ 1 ആണ്. ഇന്ന് കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. ഇത് പിന്നെ ഇവിടുന്ന് എല്ലാ വഴി സ്ഥലം എനിക്കറിയില്ല. ഇതുണ്ടോ മംസി റഹീദാർ എന്തൊക്കെയോ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. ഇതുണ്ടോ ഇതാണ് ഞാൻ താമസിക്കുന്ന. ഇവിടെയാണ് ഈ ഹോട്ടലിലാണ് കേട്ടോ താമസം. ഇതുണ്ടോ മാ അന്നപൂർണാശ്രം പേയിങ് ഗസ്റ്റ് ഹൗസ്. ഇവിടെയാണ് താമസിക്കുന്നത്. ഇതുണ്ടോ നാം ക്യാ ഹൈ? സുഹേൽ. അച്ഛാ ഇവിടെയാട്ടോ ഞാൻ താമസിക്കുന്ന ഒരു ഏരിയ. ഹള്ളി എന്ന് പറയുന്ന ഇവിടെ സാരീസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറേ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമാണ് ഇങ്ങനത്തെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ, മാ അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശിവാല ഉണ്ട്. അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അവിടെ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ കിട്ടും. അതാട്ടോ താമസിക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ കേട്ടോ ക്ലൈമറ്റ്. ചൂടുണ്ട്. സമയം 11:30 ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയേക്കാണ്. നല്ല ടാൻ അടിക്കുമെന്നൊരു ചെറിയ സംശയമുണ്ട്. സോ ഇതുണ്ടോ പുറം ഭാഗം നല്ല രസം. ഞാൻ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മളിവിടെ വന്ന സമയത്ത് നമ്മുടെ കൂടത്തിൽ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ, അവരെ അങ്ങ് വെയിറ്റ് ചെയ്ത് താഴേക്ക് നടക്കുക. നല്ല ചൂടും നല്ല വെയിലും ഉണ്ട്. കണ്ടോ വൈകിട്ടേ പുറത്തിറങ്ങിയിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ വെറുതെ ഒരു സ്ഥലമൊക്കെ കണ്ട് നടക്കാമെന്ന് വെച്ചു. പക്ഷെ ഭയങ്കര വെയില, പച്ചനില്ല വെയില. ഒരു കേരള കിച്ചൺ ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ നോക്കി പോവുക. അയ്യോ ഇതാരിക്കണേ ചെരുപ്പ് കടിച്ചിരുന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കേരള കിച്ചൺ ഹോട്ടൽ നോക്കി നടക്കുക. ഇവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നടക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണേ. കാരണം ഇവിടുന്ന് ഞാൻ ഇന്നലെ രാത്രിയിൽ കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെയാണ്. അങ്ങനെ ഇവിടെ കുറേ ഹോട്ടൽസ് എവിടെയാണെന്നറിയത്തില്ല കേട്ടോ. തപ്പണം. കേരള കിച്ചൺ. നല്ല പൊല്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം നല്ല പുകയടിക്കണം. ആരെല്ലാം ചോദിച്ചിട്ട് പോവായിരുന്നു. ഇവിടേക്ക് കുറേ കടകളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ
ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. പച്ചക്കറി സാധനങ്ങൾ, ഇതേ പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഉണ്ട്. ഞങ്ങൾ ഈ പറയുന്ന കഫേ കേരള കഫേ എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്ന കുറെ ഇതിലേ നടന്നിട്ട് അതിലേക്കോട്ട് ലെഫ്റ്റ് പോകണമെന്നൊക്കെയാണ് പറയണത്. ഇതുപോലെ റിക്ഷാസ് കൂടുതലുണ്ട്. വേണ്ട, നോ 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 വേണ്ടെന്നൊക്കെ മലയാളത്തിൽ പറയണേ. കൊടയെടുത്ത് കഴിച്ചു. എനിക്കൊരു വിട്ടുവീഴ്ച തയ്യാറില്ല, അതുകൊണ്ട് കൊടയെടുത്തു. ചുമ്മാ വെയിലടിച്ച് ടാനടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇത് ചെമ്മരിയാട് കിടക്കണക്ക് പാവം കേട്ടോ. ഹായ്, കടയിലാന്ന് തോന്നുന്നു. ഒരാളിരുന്ന് കഴിച്ചു കാണണേ. ഞങ്ങൾ നടന്നു. അയ്യോ കുതിര കേരള കഫേയിലെത്തിട്ടോ. എവിടെ ചെന്നാലും നമ്മളെ മലയാളീസിന് കേരള ഷോപ്പ് കണ്ടുപിടിച്ച് നടക്കാൻ ഇതല്ലേ. കേരള കഫേയിലെത്തി, പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റിയായിരുന്നു. കേരള കഫേ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മലയാളി ഒരു ചേട്ടൻ്റെ ആണ്, പക്ഷേ ഭക്ഷണം അതിന് മാത്രമുള്ള നല്ലതൊന്നും ഇല്ലായിരുന്നു. ചോറൊന്നുമില്ല. കേരളത്തിലെ അങ്ങനത്തെ ഫുഡുകളൊന്നും കിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ തിരിച്ചു പോവുകയാണ്. എല്ലാവരും കൂടെ നടക്കുന്ന വഴിക്ക്. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു നടക്കുക. ഇഷ്ടപ്പെട്ടില്ല. മസാല ദോശയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇവരിപ്പോഴേ ഡ്രസ്സിങ് പർച്ചേസ് ഒക്കെ തുടങ്ങിയാ. ഇത് അങ്ങോട്ട് പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് എന്താണിത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. ഇത് വേറെ എന്തോ ഒരു സൈസ് ആഡാണ്, പക്ഷെ നല്ല രസം. രണ്ടുപേരും എഴുന്നേറ്റ് കുഞ്ഞ് ഭക്ഷണം കഴിക്കണു. അമ്മ അതിലേക്കിട്ട് വെറുതെ നിൽക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ സൈഡായതുകൊണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ, രുദ്രാക്ഷം, അതുപോലെ അമ്പലത്തിലേക്ക് വേണ്ടത് പൂജാ സാധനങ്ങൾ, പിന്നെ മീൻസ് നമ്മളെപ്പോലെയുള്ള വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ. കുറേ കടകളുണ്ട്. ഇവിടെയെല്ലാം മാർക്കറ്റ് ഉള്ളത് വേറെ ഏരിയയിലാണ്. ഞാൻ ശിവാലാഘട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് ചുമ്മാ ഓരോന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും വാങ്ങണമെന്നൊക്കെ അല്ലേ. കയ്യിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ കണ്ടു. പക്ഷെ ആദ്യത്തെ ദിവസമല്ലേ, നമ്മൾ വന്ന് കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് 11 മണിയായപ്പോഴത്തേക്കും രാവിലത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയ പോക്കാണ്. ആ പോക്കിലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചത്. ഇന്നിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോഴേ വീണ്ടും നമ്മൾ പുറത്തോട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൂ. കാരണം ഈ സമയത്ത് നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അതുകൊണ്ട് പ്ലാൻ ചെയ്തത് ഒരു ഉച്ച കഴിഞ്ഞ് ഇനി ഒന്നും കൂടെ പോയിട്ട് റെസ്റ്റ് എടുത്തൊന്ന് കിടന്നുറങ്ങി റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് പോവാമെന്ന്. അപ്പം ഞാൻ ഓരോ സാധനങ്ങളിങ്ങനെ നോക്കുകയാണ്, പിന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളായോ ഇവിടുത്തെ കടക്കാര്? വിളിക്കേ ഓറഞ്ച് ആപ്പിളൊക്കെ വാങ്ങിക്കാൻ വന്ന, പക്ഷെ ഭയങ്കര റേറ്റ്. പഴത്തിന് 50 രൂപ, 100 രൂപ ഓറഞ്ച്, 140 രൂപ കത്തി. ആ എന്തായാലും പുള്ളിയുടെ അടുത്തുനിന്ന് നിന്നല്ലേ കുറച്ച് പേര്. അപ്പം നമ്മൾ വിചാരിച്ചു 1 കിലോ ആപ്പിളും പിന്നെ 1 കിലോ പഴവും കൂടെ വാങ്ങിക്കാമെന്ന്. കുറച്ച് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിങ്ങനെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പഴവും ആപ്പിളും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ഇനിയിപ്പോൾ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കേട്ടോ ഈ വണ്ടികളുടെ ഹോണടി. നമ്മുടെ നാട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല കേട്ടോ, ഭയങ്കര ഹോണടിയാണ്. പിന്നെ നമ്മൾ വേറെ എന്തോ ഒരു കാര്യം കണ്ടു കേട്ടോ, എന്താണെന്ന് ആക്ച്വലി മനസ്സിലായില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കും കേട്ടോ. അത് കടിച്ചു പൊട്ടിച്ചിട്ട് അതിനകത്ത് നമ്മുടെ ബദാം പോലത്തെ എന്തോ ഒരു സാധനമാണ്, ഒരു ഉള്ളിലൊരു പരിപ്പുണ്ട്, അത് നമുക്ക് തിന്നാം.
പൊട്ടിച്ച് തിന്ന് നോക്കി. ഒരു ചെറിയ കമർപ്പ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ, എന്താണ് അതിൻ്റെ പേരെന്ന്. എനിക്ക് പേരൊന്നും മനസ്സിലായില്ല, എൻ്റെ കൂടെയുള്ള അവന്മാർക്കും മനസ്സിലായില്ല. ഇനി എന്തായാലും പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. സമയം 12 മണി എങ്ങാണ്ടായി. ഇനി ഇച്ചിരി നേരം റെസ്റ്റ് എടുത്തിട്ട് ഉച്ച കഴിഞ്ഞ് ഇറങ്ങാം നമുക്ക് പുറത്തേക്ക്. ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ ഇറങ്ങിയതാണ്. കുറച്ച് നേരം അങ്ങ് ഗല്ലീന്ന് ഇങ്ങനെ നടന്നു വന്നു. ഇവിടെ ഫുള്ള് ഗല്ലീസാണ്. ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച്. അപ്പോൾ വെറുതെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങിയതാ. അസീഗട്ടിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് ഞാൻ. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം നല്ല വെയിലുണ്ട്. ഒരു ദിവസം കൂടെ തന്നെ നല്ല ടാൻ അടിച്ചു. അപ്പം ഞാൻ ഇവിടെ ഫുൾ ഹോട്ടൽസ് ആട്ടോ, ഇവിടെയൊക്കെ ഫുൾ ഹോട്ടൽസ്, ഫോറിനേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് ഇങ്ങനെ നടന്ന്, ഇതെവിടെ സ്ഥലം? 3 മണിയായി, നല്ല വെയിലുണ്ട്. ओ भाई हसीगढ़ किधर है? ओ स्ट्रेट सीधा लेफ्ट. ठीक है. അറിയുന്ന ഹിന്ദി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാ. സീതാ ജാക്കേലിയ ലെഫ്റ്റ്. ഞാനിപ്പം വന്ന വഴി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നോട്ട് ചെയ്തിട്ട് പോവാം അല്ലേ. ആരും അറിയിക്കാതെ ഞാൻ ഒറ്റയ്ക്ക് വെളിയിച്ചാടിയതാണ്. നടന്ന് ഒരു ലസ്സിക്കട കണ്ടപ്പോഴത്തേക്കും ഒരു ലസ്സിയൊക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് നടക്കാന്നൊക്കെ വിചാരിച്ചിറങ്ങിയപ്പോഴത്തേക്കും എന്നെക്കാളും മുന്നിൽ അവന്മാരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 4 പേര് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെ ഒറ്റയ്ക്കാവില്ലല്ലോ. വീണ്ടും അവന്മാരുടെ കൂട്ടത്തിൽ തന്നെ വീണ്ടും ജോയിൻ ആയി. ഞാൻ വെച്ച് അവരൊക്കെ കിടന്ന് ഉറക്കമായിരിക്കുന്നു, പക്ഷെ അവർ ഉറങ്ങുമല്ലായിരുന്നു ഗെയ്സ്. ഞാൻ ആദ്യം ഒരു ലസ്സി വാങ്ങിച്ചു. ഇവന്മാർ ബാങ് ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യമായിട്ട് വന്നിട്ട് നമ്മുടെ തൈരിനകത്ത് ഈ ബാങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്സ് ചെയ്തിട്ട് അത് കഴിക്കാൻ എന്നാണ് അവർ ഭയങ്കര പച്ച കളറ്. ആദ്യമായിട്ട് ട്രൈ ചെയ്യാണല്ലോ, അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയാസ് ഒന്നും ഇല്ല. എങ്ങനെയാണ്, എത്ര ടേസ്റ്റ് ഉണ്ട്, എന്താ നല്ല അടിപൊളിയാണോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇവന്മാർ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവർ 4 പേരുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇവിടെ വന്ന് ട്രൈ ചെയ്ത ആ ബാങ്ങിന് വലിയൊരു ഒരു ബുദ്ധിമുട്ട്, അതായത് കിക്കാവും അങ്ങനത്തെ ഒന്നും ഇവർക്ക് തോന്നിയിട്ടില്ല. ഞാനും ചുമ്മാ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കിത് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടില്ല, കയ്പ്പ് പോലെ തോന്നി, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളോടായിട്ടൊരു ഇൻഫോർമേഷൻ തരാം കേട്ടോ. ബാങ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും സേഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന് കഴിക്കാൻ ട്രൈ ചെയ്യുക. കാരണം ഇതിന് അത്രയ്ക്ക് കിക്കായിട്ടുള്ളൊരു സാധനമാണ്. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂം തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് പെട്ടെന്ന് തന്നെ പോകാൻ നോക്കുക. പിന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രമേ കഴിക്കാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അസീഘട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ഒരു ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു സ്പേസാണ്, ഘട്ടുകൾ, നല്ല ഭംഗിയാണ്. ഓരോരോ ബിൽഡിങ്ങും പഴയ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് പഴയ ബിൽഡിങ്സ് അല്ലേ, അത് കാണാനും നല്ല രസമാണ്. നമ്മുടെ ഈ ഏരിയ എന്നൊക്കെ പറയുമ്പം എല്ലാം ഭയങ്കര വികസിച്ച് പുരോഗമിച്ചൊക്കെ ഇരിക്കുന്നതല്ലേ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആ ഒരു ബിൽഡിങ്, പഴയ പെയിൻറ്റിങ്, പഴയ ആൾക്കാർ, എല്ലാവരും അവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിലോട്ട് ഘട്ടുകളാണല്ലോ. എവിടേക്ക് കയറിയാലും ഏതിലേക്കൂടെ ആണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഞങ്ങൾ നടന്ന് ചെന്നപ്പോഴത്തേക്കും എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയോ. ഇത് അവിടുത്തെ പോലീസാണ് കേട്ടോ. അവർ ഭയങ്കര സ്നേഹമാണ്. പിന്നെ ഈ ഒരു അമ്മച്ചീനെ കണ്ടോ, ഈ അമ്മച്ചി എന്നെ ഭയങ്കര കാര്യമായിട്ട് എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് കുറച്ചു നേരം നിന്നു വർത്താൻ എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നമ്മൾ ഓരോ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അസീഘട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ റോഡ് സൈഡിൽ നിറച്ചും എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഇതെല്ലാം കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ. അസീഘട്ട് എത്തി. അസീഘട്ട് ഞാൻ അവരുടെ കൂടെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അവരെ ഒന്നും ഞാൻ ഓരോ സ്ഥലത്തൊന്ന് വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഇവരെ ഒന്നും കാണത്തില്ല. ഇപ്പം അത് 2 പേരെ കാണുന്നു. ബാക്കി ഉണ്ടായിരുന്ന 4 പിള്ളേരെ കാണുന്നേ ഇല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ 6 കൂട്ടത്തിലും ഇല്ല. ഇവന്മാർ 2 പേരും എൻ്റെ ഫ്രണ്ടിൽ പോകുന്നുള്ളൂ, ബാക്കിൽ ആരും ഇല്ല. ഇനി ഞാനും ഇതുപോലെ ഓരോന്ന് കണ്ടും വീഡിയോ എടുത്തും നോക്കി പതുക്കെ നടക്കുള്ളൂ കേട്ടോ. നമ്മളൊരു സ്ഥലം കാണാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എത്രത്തോളം വീക്ഷിച്ച് കണ്ട് പോകാൻ പറ്റുന്നിടത്തോളം സമയം പോയിട്ടൊക്കെയല്ലേ നിൽക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ഈ സ്ഥലം തെറ്റിപ്പോയാലും നമുക്ക് കറക്റ്റ് നമ്മളുടെ റൂം എവിടെയാണോ അവിടത്തേക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് നടന്നു പോകാനൊക്കെ പറ്റും കേട്ടോ. സെലിബ്രിറ്റീസ് ആണോ ഇവിടെ കണ്ടുപരിച്ചിട്ടുണ്ടല്ലോ 2 പേര്? നമ്മുടെ നാട്ടിലുള്ള ആണോ? എവിടെ സ്ഥലം? ബോട്ടണി.
ആ എടാ ഇവിടുന്നാണ് ഫോട്ടോ എടുക്കേണ്ട സ്ഥലം. ഇവിടെ കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ടല്ലോ, വാങ്ങിക്കണം. എല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ. അവിടെ വരച്ചു വെച്ചേക്കുന്ന ചിത്രങ്ങളും ആ ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഒക്കെ ഈ കുട്ടിയാട്ടോ ഇവിടെ ഇരുന്ന് ഡ്രോ ചെയ്യുന്നത്. രാവിലെ മുതൽ ആ കുട്ടി അവിടെ ഇരുന്ന് വരയ്ക്കും ഓരോരോ മാഗ്നറ്റ്സ്. അവിടെ വെച്ചേക്കുന്ന മാഗ്നറ്റ്സ് കംപ്ലീറ്റ് ആ കുട്ടി വരച്ചുണ്ടാക്കിയതാട്ടോ. നമ്മുടെ വാരണാസിയുടെ ചിത്രങ്ങളും അസീഘട്ടിൻ്റെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഗംഗാ റിവറിൻ്റെ പിക്ചേഴ്സും ഒക്കെ ആ കുട്ടി തന്നെ ആക്കിയതാട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ പോകുന്നവരുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്തൊന്ന് വാങ്ങിക്കണം കേട്ടോ, നല്ല രസമാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഈ മുകളിൽ അസീഘട്ട് ഇതാണ് മുകളിൽ, അവിടെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ആ കൊച്ചു വരയ്ക്കുന്നത് അത് ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ റീൽസൊക്കെ കണ്ടോന്ന് എനിക്കറിയത്തില്ല, ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമാട്ടോ ഇവിടുത്തെ ഒരു വൈബ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കണം. അവിടെ നിറച്ചും ഈ പട്ടികൾ കുറേ കൂടുതലുണ്ട്. അപ്പം കുറേ പട്ടി അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും മടുത്ത് ഇനി എന്ത് ചെയ്യണം അടുത്ത ഓപ്ഷനിലേക്ക് എനിക്ക് ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിവിടെ അല്ല, അത് ഡൽഹിയിലല്ലേ? ഇവിടെ ഉണ്ട്. അതെവിടെയാ? ഇവിടെയാണ്. ഇതാണ് അതിന്റെ മാപ്പ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മുടെ ആശയം മാറി. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ബോട്ടിങ്ങിന് പോവാം വൈകുന്നേരത്തെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 പേര് ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കണോ. എന്നെ ഇന്ത്യൻ നേവിയിൽ എടുത്തോന്നൊക്കെ. കുട്ടികളെ നോക്കൂ, നേവിക്ക്. നിങ്ങളൊക്കെ മഞ്ഞ ഇട്ടിട്ടാ. ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാണ് നൈറ്റ്, ഈവനിങ് ടൈം. നമ്മളൊരു ചെറിയ ബോട്ടിങ് ട്രൈ ചെയ്യാൻ പോവാണ് ഈവനിങ് ടൈമിലുള്ളത്. ഈവനിങ് വൈബ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. രാത്രി സമയത്തും ഒരു ബോട്ടിങ്ങിന് പോകണം, ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വെളുപ്പിന് ഒരു 6 മണി 7 മണി ആ സമയത്ത് ഒരു ബോട്ടിങ്ങിന് പോകുന്നുണ്ടോ. നല്ല രസമാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര ലൈറ്റിംഗ് ഒന്നുമില്ല, ഭയങ്കര ഇരുട്ടിയിട്ടൊന്നുമില്ല. എന്നാലും ചെറുതായിട്ടൊരു സൂര്യൻ അസ്തമിക്കാൻ പോകുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ തിരിച്ച് വരുമ്പോഴത്തേക്കും ആ ലൈറ്റ്സൊക്കെ കൂടുതൽ കാണാൻ പറ്റും കേട്ടോ. നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ 10 പേരെങ്ങാണ്ട്, അല്ല 10 ഇല്ലായിരുന്നു, 6-7 പേരെങ്ങാറ്റുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഈ ബോട്ടിൽ അങ്ങനെ കയറി. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിങ്ങിൽ പോകുമ്പോഴത്തേക്കും എല്ലാ കാട്ടുകളും കാണാൻ പറ്റും, നടക്കുന്ന എല്ലാ പരിപാടികളും ഇവിടെ വെച്ച് കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറി. ഇതിലേക്കൂടെ ആ സൈഡിൽ കൂടെ ഫുൾ കാട്ട് നടന്ന് കാണാൻ പറ്റും കേട്ടോ. നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ എന്നാലും ബോട്ടിങ്ങിലെല്ലാം ഒന്ന് കണ്ട് കറങ്ങി. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ബോട്ടിങ്ങിൽ കയറിയിട്ടുണ്ട്. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്ന് 2-3 ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും അലോ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ ഈ ലൈഫ് ജാക്കറ്റ് മസ്റ്റാണ്. കാരണം ഇതിൽ പോലീസുകാരുണ്ട്, അപ്പോൾ അവർ ഫൈൻ അടിക്കും. അതുകൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇടണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ലൈഫ് ജാക്കറ്റ് ഊരിയിട്ട് 2-3 വീഡിയോസ് എടുത്തതിന് ശേഷം വീണ്ടും എന്നെക്കൊണ്ട് ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര ടൂറിസ്റ്റ് ഇതാണ്. ഗംഗാ നദിയിലൂടെ നമ്മൾ ഈ ബോട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു നല്ല ഒരു പുണ്യ നദിയല്ലേ ഗംഗ എന്ന് പറയുന്നത്. ആ കാണുന്ന കേട്ടോ മണികർണിക ഘട്ട്, അവിടെയാണ് ഈ ബോഡി മരിച്ചവരുടെ ബോഡി ദഹിപ്പിക്കണത്. അയ്യോ, അത് കാണണം. നാളെയോ മറ്റന്നാളോ എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തേക്കൊന്ന് കാണാൻ പോകണം. നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ, ഫോട്ടോസ് എടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ, വീഡിയോസൊക്കെ എടുത്തത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മൾ ടി വിയിലും അല്ലെങ്കിൽ വല്ല വീഡിയോസിലൊക്കെ കാണുന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നേരിട്ട് കാണാൻ പറ്റുന്ന ഒരിക്കലും നമ്മൾ തിങ്ക് ചെയ്തിട്ട് പോലും ഇല്ലായിരുന്നു. അങ്ങനെ ഇതൊക്കെ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ ഇരുന്ന് നോക്കും. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്ന ഒരു സമയമായിട്ടോ ഇത്. സോ ഞങ്ങളിപ്പം
ഇങ്ങനെ ഈ ബോട്ട് യാത്ര അസിഘട്ടിൽ കൂടി വന്ന് മണികർണിക ഘട്ടിൻ്റെ ഈ ഭാഗത്തെത്തി. ഇവിടുന്ന് ജസ്റ്റ് തിരിച്ച് വീണ്ടും അങ്ങോട്ട് പോകും. അതെ, ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അവിടെ ബോഡി കത്തിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നാളെ നടന്ന് ഇതിലേക്ക് കട്ടുകൾ വഴി വരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള പിള്ളേർ സെറ്റുകൾ. ഇതൊക്കെ 17 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 15 വയസ്സ്, 16 വയസ്സ്, പിന്നെ ഇത് ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. സോ നല്ല ഈവനിങ്, നല്ല ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോകും. അതാണ് ഏറ്റവും വലിയ ഇത്. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോയിട്ട് വീണ്ടും വന്ന് ചാർജ് ചെയ്ത് വീണ്ടും ഇറങ്ങാന്നുള്ള പ്ലാനിലാണ്. അവർ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ നമ്മളോട് പറയും കേട്ടോ, എല്ലാവരോടും ജാക്കറ്റ് ഇട്ടിരിക്കണം, എപ്പോഴും ജാക്കറ്റ് ഇടെന്ന് പറയുന്ന കേട്ടോ. ഞാൻ ജാക്കറ്റ് ഊരിയായിരുന്നു. എൻ്റെ വളിച്ച ചിരി കണ്ടല്ലോ അറിയത്തില്ല, അയാൾ ജാക്കറ്റ് ഇടാൻ പറ്റുന്ന വെച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും തപ്പിയെടുത്ത് ജാക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കണതാണത്. ഈ ഒട്ടും ഇഷ്ടമല്ല. ഒരുപാട് പേര് ഇട്ടതല്ലേ ലൈഫ് ജാക്കറ്റൊക്കെ. അപ്പോൾ സ്മെല്ലൊക്കെ ഭയങ്കര ബാഡ് സ്മെല്ലും. എനിക്ക് അപ്പോൾ ഇടാൻ തോന്നിയില്ല. പിന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല, അതുകൊണ്ട് ഇട്ടു. ജാക്കറ്റൊക്കെ ഇട്ടു. ഇവന്മാർ ഫോണിൽ തോണ്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്ത് വിശേഷം പറയാനാ? നൈറ്റായി, നല്ല ലൈറ്റിങ് വരാൻ തുടങ്ങി അല്ലേ? ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവാനായിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഇനി തിരിച്ച് ശ്രീഘട്ടിൽ നിന്ന് മണികർണിക ഘട്ടിലേക്ക് ഈ കുറേ കട്ടികൾ 15-18 കട്ടികൾ കണ്ടിട്ട് അവിടെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു. കുറച്ചും കൂടി ഇരുട്ടിയാൽ കുറച്ചും കൂടി നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഞങ്ങളെല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ആവാനായി. 4% ചാർജാണ് ഇപ്പോൾ എല്ലാവരും. എൻ്റെ ഫോൺ ചാർജ് ഉണ്ടോ? 3, 4 ഇപ്പോൾ ഫോണെല്ലാം ഓഫാവും. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൾറെഡി വന്നിട്ട് ആ ഒരു റൂമിൽ പോയി റിലാക്സ് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പം ഇനിയും കുറേ കാഴ്ചകൾ കാണാനുണ്ട്. നാളെ भाई साहब मैडम സ്വാമി നടക്കണം, അങ്ങോട്ട് നോക്കണം. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് വീണ്ടും അസിഘട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഫോണിപ്പോൾ തന്നെ സ്വിച്ച് ഓഫ് ആകും എന്ന് തോന്നുന്നു. എന്നാലും സ്വിച്ച് ഓഫ് ആകുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ എൻ്റെ കയ്യിലും കഴുത്തിലൊക്കെ കാണുന്നത്. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. നമ്മൾ ഈ വീഡിയോയിൽ എഡിറ്റിങ്ങിൽ കാണാൻ പറ്റും കഴുത്തിലൊക്കെ ഒരു കറുത്ത മാർക്ക്, ചുമന്ന മാർക്കൊക്കെ കയ്യിലൊക്കെ ഭയങ്കരമായിട്ട്. അതേ ട്രെയിനിൽ വന്നപ്പോഴത്തേക്കും ഒരു വൃത്തികെട്ട ട്രെയിനിലാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ അല്ലേ. വന്ന ട്രെയിനിൽ നിന്ന് മൂട്ടയോ ഈ ഒരു സൈസ് ഒരു കറുത്തൊരു പ്രാണിയില്ലേ, പാറ്റ, പെസ്റ്റ്, ആ പാറ്റ കടിച്ചതാണ്. എൻ്റെ കാലിലും കയ്യിലൊക്കെ പാടുണ്ടായിരുന്നു കറുത്ത കളറിൽ. അതിപ്പോൾ ഈ വീഡിയോയിൽ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. എല്ലാവരുടെ മേത്തൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരുടെ കൈ അവരെന്തോ ക്രീം വാങ്ങിച്ച് തേച്ചിട്ടുണ്ടായിരുന്നു അത് പോവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അസിഘട്ടിലേക്ക് തന്നെ പോവുകയാണ്. ഇനി അധികം സംസാരിച്ച് വന്നില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്, രാത്രിയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റുകളൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഇനി റൂമിൽ പോയിട്ട് ചാർജ് ചെയ്തിട്ട് വീണ്ടും
ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ ഏതോ വഴിക്ക് കയറി ഇപ്പം ഇവിടെ ആരതി നടക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ തിരക്ക് ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? ആരതി ആയതുകൊണ്ട് തന്നെ അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ഇടയ്ക്കൂടെയൊക്കെ കയറിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയാണ്. കാരണം എനിക്ക് മറ്റവരെയൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരൊക്കെ ഓരോ സ്ഥലത്ത് കൊണ്ട് സ്പ്രെഡായിപ്പോയി, ഞാൻ മാത്രമായിപ്പോയി. പിന്നെ ഞാൻ എന്ത് കാണാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ഇവിടേക്ക് ഇരുന്ന് കാണുമല്ലോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയിരുന്നു ഗൈസ്, ഇടയ്ക്കൂടെ കയറി അവിടെയൊക്കെ പോയി ആരതി തുടങ്ങിയിട്ട്. कामेश्वरो वै श्रवणो दधाराय महाराजाय नमः। ॐ स्वस्ति साम्राज्यं समन्तपर्याये स्यातः सर्वभौमः सर्वायुषः आन्ताधात् परार्घातो पृथिव्यै। ഇവൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ, പക്ഷേ ഇവൻ അന്നേരം മുതൽ എൻ്റെ കൂടെ കുറേ സമയം എൻ്റെ കൂടെ നടന്നു കേട്ടോ. എനിക്ക് അപ്പുറത്തൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അവിടെയൊക്കെ എന്നെ കൊണ്ടുപോയി. പാവം त्वमेव बन्धो सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देव देव। ഈ കൊച്ചെന്നോട് ഭയങ്കര കമ്പനി ആയിട്ടോ. അപ്പോൾ ഈ താഴത്തെ ആരതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു മെയിൻ സ്റ്റേജിൽ ആരതി നടക്കുന്നുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അവിടെയൊക്കെ ചെളിയാണ്, ഇങ്ങനെ ചെളിയിൽ നമുക്ക് ചവിട്ടുമ്പോൾ ഇങ്ങനെ താന്ന് പോകുന്ന പോലെ. അവൻ എൻ്റെ കൈയൊക്കെ ഒപ്പിച്ചിട്ട് എന്നെ കൊണ്ട് പോയിട്ടോ. ഇതാണ് ഇവിടെ സ്റ്റേജ്. ഈ സ്റ്റേജിൽ കുറേ പരിപാടി ഉണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആരോ ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവൻ്റെ എൻ്റെ പുറകെ നടക്കുന്നുണ്ടോ, അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ പട്ടം വെക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കേട്ടോ. പാവം കുട്ടിയാണ്, പട്ടം വെക്കാൻ വേണ്ടിയിട്ട് എന്നെ അവിടെ കൊണ്ടുനിന്ന് അവിടുത്തെ പരിപാടിയും കഴിഞ്ഞ് എൻ്റെ കൂടെ നിന്ന് കണ്ടിട്ടാട്ടോ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയത്. ഞങ്ങൾ ആ ഫ്രണ്ടിൽ പോവാന്ന് വിചാരിച്ചു. ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ആരും ഇല്ലല്ലോ എൻ്റെ കൂടെ, അവർ പല വഴിക്ക് പോയി. ഞാൻ എതിലേക്കോ തിങ്ങിന്നിറങ്ങി കയറി സ്റ്റേജിൻ്റെ താഴ്ഭാഗത്ത് പോയിട്ട് വീഡിയോ എടുത്തു കുറേ. Gracias.
आरती लीजिए। അങ്ങനെ മെയിൻ സ്റ്റേജിൽ ആരതിയും കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ സ്റ്റേജിലല്ലാതെ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഉണ്ട്, ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ട്. ഞാനതിനൊന്നും നിന്നില്ല. ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് നേരം നല്ല ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അപ്പോൾ ചുമ്മാ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിലേക്കൂടെ ഒന്ന് നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിലെ ഭയങ്കര ലൈറ്റാണ്, നല്ല രസം. നടന്നു വന്നപ്പോഴേ ഇവിടെ ഒരു മരത്തിൻ്റെ താഴെ ഇങ്ങനെ കുറേ രൂപങ്ങൾ, വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ഇവിടെ വന്നത് ദേവ് ദിവാലി എന്ന് പറഞ്ഞിട്ടുള്ള വാരണാസിയിലെ ദിവാലി ഫെസ്റ്റിവൽ, നവംബർ 15 ദിവാലി ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് നിങ്ങളോട് പറയാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അപ്പം അതിന് 2-3 ദിവസം മുന്നെയാണ് ഞാൻ വന്നത്. സോ ഇനി ദിവാലിക്ക് ഒരു 3 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ക്രൗഡും ഇത്ര ലൈറ്റ്സും ഇങ്ങനെ ഇത്രയും ഭംഗിയും കാണുന്നത്. അല്ലെങ്കിലും ലൈറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതിന് മുന്നത്തെ കാര്യങ്ങളൊന്നും. അപ്പം ഞാൻ ഈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ വീട്ടിലൊക്കെ എത്തി. നവംബറൊക്കെ കഴിഞ്ഞപ്പോൾ നവംബർ ലാസ്റ്റായി. ഞാൻ ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത്. കാരണം ഞാൻ പോയപ്പോൾ നിങ്ങൾ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ല എന്നെ ട്രെയിനിൽ പോയപ്പോൾ ഉള്ള ദുരന്തം. ഞാൻ ട്രെയിനിൽ നിന്നൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ആ ഒരു ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഇവിടെ എത്തി. ഫസ്റ്റ് ഡേ ആണിത്. ഫസ്റ്റ് ഡേയിൽ പിന്നെ വേറെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് പതുക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ വാരണാസി പോയ വീഡിയോസ് ഇൻസ്റ്റയിലൊക്കെ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എങ്ങനെ പോയി, എവിടെ സ്റ്റേ ചെയ്തു, എന്ത്. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇടാം. ഇപ്പം ഞാൻ ഈ ഫസ്റ്റ് ഡേ വാരണാസി ഞാൻ വന്നതിൻ്റെ അന്ന് തന്നെ വെറുതെ ഒന്ന് കറങ്ങിയ ഒരു വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഡേ 1 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിത് ഇങ്ങനെ നടന്നു വന്നു. അപ്പോഴാണ് ഇവിടെ കാണുന്നത്, ഇവിടെ ഈ ഘട്ടിലാണ് ശരിക്കും ദിവാലിയുടെ അന്ന് ലേസർ ഷോ നടക്കുന്നത്. ഈ കാണുന്ന ലേസർ ഷോസ് ഈ ഒരു ഘട്ടിലാണ് നടക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ ഘട്ടാണ് ശിവാല ഘട്ട് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ അസിഘട്ടിലാണല്ലോ, അസിഘട്ടിൻ്റെ അടുത്ത് ശിവാല ഘട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ നേരെ ഇതിലേക്കൂടെ നടന്നു വന്നിട്ട് ഏതെങ്കിലും ഒരു വഴിക്കൂടെ ഇത് കയറി പോകാൻ പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ താമസിക്കുന്ന വഴി എത്തും. ഏത് വഴി കൂടെ കയറിയാലും അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയാണ്. ഇവിടെ ലേസർ ഷോ നടക്കുന്നത് നല്ല രസമാണ്. വാരണാസിയിൽ ദേവ് ദിവാലി നടക്കുന്ന സമയത്ത് ഇവിടെ ലേസർ ഷോയും അതുപോലെ ഫയർ വർക്കും മെയിനായിട്ട് അതാണ് കാണാനുള്ളത്. അതിൻ്റെ വീഡിയോസൊക്കെ വഴിയേ വരുന്നുണ്ട് കേട്ടോ. അതെ, അപ്പുറത്താ കാണുന്ന ലൈറ്റില്ലേ, ആ ലൈറ്റിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിക്കാണ് ഞാൻ കയറി പോകുന്നത്, ഈ ലൈറ്റിൻ്റെ സൈഡിൽ കൂടെ. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം, അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.